ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ഒന്നാം ഭാഗം കേൾക്കാത്തവർ അത് കേട്ടിട്ട് വേണം രണ്ടാമത്തെ കേൾക്കാനായിട്ട്. വായോ പോകാം. അങ്ങനെ ഷെമ്മാശൻ്റെ വിനയവും സംസാരവുമെല്ലാം ആ കാട്ടുമൂപ്പന് വളരെ ബോധിച്ചു. അതിനാൽ സന്തോഷസമേതം അവൻ വീണ്ടും പറഞ്ഞു, നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. നീ ഒരു നല്ലവനാണെന്നും നമ്മുടെ കൂടെ താമസിക്കാൻ യോഗ്യനാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ നാം നിന്നെ നമ്മുടെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് മന്ത്രവാദവും ഇന്ദ്രജാലം, മഹേന്ദ്രജാലം മുതലായ വിദ്യകളും നല്ലപോലെ അറിയാം. അവയെല്ലാം നിന്നെയും നാം പഠിപ്പിക്കാം. നാം ഒരു മലയരയനാണ്. മലയരയന്മാർ പാരമ്പര്യമായി തന്നെ മന്ത്രവാദമുണ്ട്. നാം അത് വിശേഷിച്ചും കൂടുതലായി പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവരിൽ മിക്കവരും എൻ്റെ ജാതിക്കാരാണ്. നിന്നെപ്പോലെ ഇവിടെ വന്നു ചേർന്ന അന്യജാതിക്കാരും ചിലരുണ്ട്. എല്ലാവരും നമ്മുടെ ഭൃത്യന്മാർ തന്നെ. നമ്മുടെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണെങ്കിലും നാം നാട്ടിൻ പുറങ്ങളിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ പല അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പലരിൽ നിന്നുമായി പല സമ്മാനങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നാം ആരാണെന്നും നമ്മുടെ വാസം എവിടെയാണെന്നും മറ്റും നാം ആരെയും അറിയിച്ചിട്ടില്ല. അതൊന്നും ആരും അറിയരുതെന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ ആരെയും വിട്ടയക്കാത്തതും. നമ്മുടെ ഭൃത്യന്മാരിൽ മനുഷ്യഭോജികളായിട്ടും ചിലരുണ്ട്. ആരും നമ്മുടെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല. നീ ഇവിടെ നമ്മുടെ ശിഷ്യനായി തന്നെ താമസിക്കാമെന്ന് തീർച്ചപ്പെടുത്തിയെങ്കിൽ നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളയുക. നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കാൻ പാടില്ലെന്നാണ് നിയമം. നഗ്നനായി താമസിക്കുന്ന കാര്യം ഷെമ്മാശന് ഒട്ടും സമ്മതമല്ലായിരുന്നു. എങ്കിലും ഗത്യന്തരമില്ലാതിരുന്നതിനാൽ ആ ക്രൂരൻ പറഞ്ഞതെല്ലാം സമ്മതിക്കുകയും അവിടെ താമസിച്ച് ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, മന്ത്രവാദം മുതലായ കർമ്മങ്ങൾ പഠിച്ചു തുടങ്ങുകയും ചെയ്തു. വൃത്തിഹീനന്മാരും ക്രൂരന്മാരും ഭയങ്കരമൂർത്തികളുമായ ദുഷ്ടന്മാരുടെ സഹവാസം നല്ലവനായ ഷെമ്മാശന് ഒട്ടും സന്തോഷമില്ലായിരുന്നു. എങ്കിലും ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും മറ്റും അദ്ദേഹത്തിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പൗലോ ഷെമ്മാശൻ ഒരു വ്യാഴവട്ടം തികച്ചും ആ ഗുഹയിൽ താമസിച്ചു. അത്രയും കാലം കൊണ്ട് ആ മലയരന്മാർ പഠിച്ചിരുന്ന വിദ്യകൾ മുഴുവനും ഷെമ്മാശനെ പഠിപ്പിക്കുകയും ബുദ്ധിമാനായ ഷെമ്മാശൻ അവയെല്ലാം അക്ഷരം പ്രതി ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഷെമ്മാശന് ആ ഗുരുവിനെക്കുറിച്ച് വളരെ ഭക്തിയും അളവില്ലാത്ത ബഹുമാനവും ഉണ്ടായിത്തീർന്നു. അപ്രകാരം തന്നെ ആ ഗുരുവിന് ശിഷ്യനെക്കുറിച്ച് ഏറ്റവും സ്നേഹവും പുത്രനിർവിശേഷമായ വാത്സല്യവും ഉണ്ടായി. എങ്കിലും ഇനി ഇവിടെ നിന്നും വല്ലപ്രകാരം വെളുക്കി ചാടണം എന്നുള്ള വിചാരം ഷെമ്മാശനും, ഇനി ഇവൻ നമ്മെ പറ്റിച്ച് ചാടിപ്പോയേക്കാം എന്നുള്ള വിചാരം ആ മലയരയനും ഉണ്ടാകാതിരുന്നില്ല. അതിനാൽ മലയരയൻ ഷെമ്മാശനെ സദാ സൂക്ഷിച്ചു കൊള്ളുന്നതിന് കാവൽക്കാരെ പ്രത്യേകം ചട്ടം കെട്ടി. അവർ രാത്രിയും പകലും ഒരുപോലെ ഗുഹയുടെ വാതിക്കൽ കാവൽ നിന്നു. എന്നു മാത്രമല്ല, രാത്രികാലങ്ങളിൽ അവർ ഓരോരുത്തർ മാറി മാറി ഉറക്കമിളച്ചിരുന്നു. കൂടെ കൂടെ ഷെമ്മാശനെ വിളിക്കുമ്പോഴെല്ലാം ഷെമ്മാശൻ മൂടണമെന്നും ഏർപ്പാട് വയ്ക്കുകയും ചെയ്തു. അതിനാൽ തൻ്റെ മനോരാജ്യം സാധിക്കാതെ ഷെമ്മാശൻ വല്ലാതെ കുഴങ്ങി. എന്തെല്ലാം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നാലും കാവൽക്കാരെ എല്ലാം മയക്കി വെളിയിൽ ചാടുന്നതിനുള്ള വിദ്യ ഷെമ്മാശൻ അറിയാമായിരുന്നു. എങ്കിലും തൻ്റെ ഗുരുനാഥനെ വഞ്ചിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അതിനാലാണ് അദ്ദേഹം കുഴങ്ങിയത്. ഏതു വിധവും പോകണം എന്നുള്ള വിചാരം മൂത്തു വരികയും അതിന് നിവൃത്തിയില്ലാതായി തീരുകയും ചെയ്താൽ ഷെമ്മാശൻ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. ദുഃഖം കാരണം അദ്ദേഹത്തിന് ഉണ്ണാനും ഉറങ്ങാനും ഉള്ള ആഗ്രഹം കുറയുകയും സദാ ഒരു മൗനം അദ്ദേഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പതിവ് പോലെയല്ലാതെ വിഷമിച്ച് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുവായ മലയരയൻ അദ്ദേഹത്തെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്താണ് ഈയിടെ വലിയ വിഷാദമുള്ളതുപോലെ ഇരിക്കുന്നത്? സത്യം പറയണം, നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ എന്ന് സ്വകാര്യമായി ചോദിച്ചു. അപ്പോൾ ഷെമ്മാശൻ പറഞ്ഞു, എനിക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അവിടുന്ന് അതിന് അനുവദിക്കുകയില്ലല്ലോ. അവിടുന്ന് അനുവദിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം അത് സാധ്യവുമല്ല. അവിടുത്തെ വിട്ടുപിരിയുന്ന കാര്യത്തിലും എനിക്ക് വളരെ സങ്കടമുണ്ട്. എങ്കിലും അനാഥനായ എന്നെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് പോരുന്നത് വരെ വാത്സല്യപൂർവ്വം രക്ഷിച്ചിരുന്ന ദയാലുവായ വികാരി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും എനിക്ക് ഉണ്ട്. ഈ രണ്ട് വിചാരവും കൂടി എന്നെ അത്യന്തികം വിഷണ്ണനാക്കി തീർത്തിരിക്കുന്നു. ഇനി ഇവിടുത്തെ കൽപ്പന പോലെ. ഇത് കേട്ട മലയരയൻ പറഞ്ഞു,
നീ സത്യം പറഞ്ഞതിനെക്കുറിച്ച് നാം അത്യന്തികം സന്തോഷിക്കുന്നു. നിന്നെ വിട്ടുപിരിയുന്ന കാര്യം നമുക്കും വളരെ സങ്കടമുള്ളതാണ്. നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ വരുന്നവരെ വിട്ടയക്കുന്നത് നമ്മുടെ പതിവിന് വിരോധവുമാണ്. നാം മനസ്സാലെ നിന്നെ വിട്ടയച്ചാൽ നാം ഒരു വാക്കിന് വിലയില്ലാത്തവനാണെന്ന് ഇവിടെയുള്ളവർ വിചാരിക്കും. അതിനാൽ നാം അപ്രകാരം ചെയ്യുകയില്ല. എങ്കിലും നിന്റെ മനസ്സുപോലെ ചെയ്യുന്നതിന് നാം അനുവദിച്ചിരിക്കുന്നു. നാം ഒന്നും അറിഞ്ഞില്ലെന്നുള്ള ഭാവത്തിലിരുന്നേക്കാം. നമ്മുടെ കാവൽക്കാരറിയാതെ പോവാൻ നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളുക. നിനക്ക് നിന്റെ ആദ്യ രക്ഷിതാവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് നീ നമ്മയും കാലാന്തരത്തിൽ മറന്നു കളയുകയില്ലെന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ ഷെമ്മാശൻ പറഞ്ഞു, എൻ്റെ ജീവനുള്ള കാലത്ത് ഞാൻ അവിടുത്തെ വിസ്മരിക്കുകയോ അവിടത്തെക്കുറിച്ച് എനിക്കുള്ള ഭക്തി ബഹുമാനാദരങ്ങൾക്ക് കുറവ് വരികയോ ചെയ്യുന്നതല്ല. എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോയാൽ എന്നെക്കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ആരോടും യാതൊന്നും പറയുകയില്ലെന്ന് സത്യം ചെയ്യണം. ഷെമ്മാശൻ ഇത് കേട്ട ഉടനെ സസന്തോഷം സത്യം ചെയ്യുകയും ആ ഗുരുവിനെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങുകയും അന്നു രാത്രിയിൽ തന്നെ ചില വിദ്യകൾ പ്രയോഗിച്ച് കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിട്ട് യഥേഷ്ടം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അന്ന് നിലാവുള്ള ദിവസമായിരുന്നതിനാൽ കുറേ നടന്നപ്പോൾ ആ പെരുങ്കാടിനുള്ളിൽ ചില ചെറുവഴികൾ അദ്ദേഹം കണ്ടു. എങ്കിലും അവ എങ്ങോട്ടെല്ലാം ഉള്ളവയാണെന്ന് തിരിച്ചറിയാൻ മാർഗമൊന്നുമില്ലായിരുന്നു. എവിടെയെങ്കിലും ചെല്ലട്ടെ, മനുഷ്യരുള്ള ദിക്കിലെത്തിയാൽ പിന്നെ ചോദിച്ചറിഞ്ഞ് സ്വദേശത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് അവയിൽ ഒരു വഴിയെ അദ്ദേഹം നടന്നു തുടങ്ങി. അദ്ദേഹം ഗുഹയിലെ കാവൽക്കാരെയും മറ്റും ബോധം കെടുത്തിയിരിക്കുന്നത് 3:45 നാഴിക നേരത്തേക്ക് മാത്രമായിരുന്നതിനാൽ അവർ ബോധം വീണ് നോക്കുമ്പോൾ തന്നെ കാണാഞ്ഞിട്ട് പിന്നാലെ ഓടിയെത്തിക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് വളരെ വേഗത്തിലാണ് അദ്ദേഹം നടന്നിരുന്നത്. അങ്ങനെ പോയി നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹം മനുഷ്യസഞ്ചാരമുള്ള ദിക്കിലെത്തി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം ആയത്. എങ്കിലും ഭയം മുഴുവനും വിട്ടുമാറിയില്ല. അതിനാൽ പിന്നെയും വേഗത്തിൽ തന്നെ നടന്നു. 5-8 നാഴിക പുലർന്നപ്പോഴേക്കും അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിട്ട് നടക്കാൻ കഴിയാതെയായി. അതിനാൽ വഴിയരികിൽ കണ്ട ഒരു ചെറിയ വീട്ടിൽ കയറി. അവിടെ ഒരു വൃദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ഷെമ്മാശൻ ചോദിച്ചു, വലിയമ്മേ, എനിക്ക് വിശപ്പും ദാഹവും കലശലായിരിക്കുന്നു. കുറച്ച് കഞ്ഞി തരുമോ? വൃദ്ധ, എൻ്റെ മകനെ, അരിയില്ലാഞ്ഞിട്ട് ഇന്നലെ തന്നെ ഇവിടെ കഞ്ഞി വെച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് കഞ്ഞി തരുന്നത്? ഇനി വല്ലയിടത്തും പോയി അരി മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. അതുവരെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഉള്ളതിൻ്റെ പങ്ക് തരാം. ഷെമ്മാശൻ, ഒരരിയുടെ തരിയെങ്കിലും ഇവിടെ കാണാതിരിക്കുമോ? വൃദ്ധ, ഒന്നോ ഒരു മുറിയോ അരി എൻ്റെ വട്ടി തട്ടിക്കുടഞ്ഞാൽ കാണുമായിരിക്കും. അതുകൊണ്ട് എന്ത് കാണിക്കാനാണ്? ഷെമ്മാശൻ അപ്പോൾ പറഞ്ഞു, ഒരരിയെങ്കിലും എടുത്തുകൊണ്ട് വരണം. നമുക്കതുകൊണ്ട് വല്ലതും കൗശലമുണ്ടാക്കാം. അപ്പോൾ വൃദ്ധ ചോദിച്ചു, മകനെ, നിനക്ക് പിച്ചുണ്ടോ? ആട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ വൃദ്ധ ചെന്ന് അവരുടെ അരിവട്ടി തട്ടിക്കുടഞ്ഞിട്ട് ഒരു പൊടിയരി കിട്ടിയത് ഷെമ്മാശൻ്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു. ഉടനെ ഷെമ്മാശൻ, ഇനി വല്യമ്മ വെള്ളം കോരി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം എന്ന് പറഞ്ഞു. ഇത് വെറും കമ്പമാണെന്ന് വൃദ്ധയ്ക്ക് തോന്നി. എങ്കിലും ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് വൃദ്ധ ഒരു പാത്രത്തിൽ വെള്ളം കോരി അടുപ്പത്ത് വെച്ചു തീ കത്തിച്ചു വെള്ളം തിളപ്പിച്ചു. അപ്പോൾ ഷെമ്മാശൻ ആ പൊടിയരി കൊണ്ടുചെന്ന് വെള്ളത്തിലിട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാത്രം നിറച്ചു കഞ്ഞി ഉണ്ടായി. അത് കണ്ട വൃദ്ധ വിസ്മയിച്ചു പോയി. ഉടനെ അവർ പെട്ടെന്നൊരു പുഴുക്കുമുണ്ടാക്കി ഷെമ്മാശന് കഞ്ഞി വിളമ്പിക്കൊടുത്തു. രണ്ടുപേരും വയറ് നിറച്ച് കഞ്ഞി കുടിച്ചു. അതിനുശേഷം പിന്നെയും പാത്രത്തിൽ അരയിടം കഞ്ഞി ശേഷിച്ചു. ഷെമ്മാശൻ മലയരയൻ്റെ അടുക്കൽ നിന്നും വിദ്യകൾ അഭ്യസിച്ചിട്ട് ആദ്യമായി പ്രയോഗിച്ച വിദ്യ കാവൽക്കാരെ ബോധം കെടുത്തിയതും രണ്ടാമത്തെ വിദ്യ ഇതുമായിരുന്നു. കഞ്ഞികൂടി കഴിഞ്ഞതിന് ശേഷം ഷെമ്മാശൻ വൃദ്ധയോട്, ഇവിടെ നിന്ന് കടമറ്റത്ത് പള്ളിയിലേക്ക് എന്തു ദൂരമുണ്ട് എന്ന് ചോദിച്ചു. ഒരു 4 നാഴിക കാണും എന്ന് വൃദ്ധ പറഞ്ഞു. എന്നാൽ പരിഭ്രമിക്കാനൊന്നുമില്ല എന്ന് വിചാരിച്ച ഷെമ്മാശൻ അവിടെ തന്നെ കിടന്നൊന്നുറങ്ങി. ഉണർന്നെണീറ്റ് അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിക്ക് കണ്ടവരോടൊക്കെ വഴി ചോദിച്ച് സന്ധ്യയ്ക്ക് മുമ്പായി പഴയ വാസസ്ഥലത്തെത്തി. കത്തനാരെ കണ്ട് വന്ദിച്ചു. ഷെമ്മാശനെ കണ്ടിട്ട് കത്തനാർ ആളറിഞ്ഞില്ല. അതിനാൽ ഷെമ്മാശൻ, അച്ഛാ, എന്നെ അറിയില്ലയോ? ഞാൻ ഇവിടുത്തെ ദാസനും ശിഷ്യനുമായ പൗലോസാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കത്തനാർ, അയ്യോ എൻ്റെ കുഞ്ഞെ, നീ മരിച്ചു പോയെന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷെമ്മാശനെ മുറുകെ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രു പൊഴിച്ചു. അപ്പോൾ ഷെമ്മാശനും സന്തോഷത്താൽ പൊട്ടിക്കരിഞ്ഞുപോയി. പിന്നെ കുറച്ചു നേരത്തേക്ക് സന്തോഷാധിക്യത്താൽ രണ്ടുപേരും സംസാരിക്കാൻ ശബ്ദമില്ലാതിരുന്നു.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കത്തനാർ ഒരുവിധം മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നീ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. ഷെമ്മാശൻ അപ്പോൾ പറഞ്ഞു, ഞാനൊന്ന് പശുക്കളെ അന്വേഷിച്ച് കാട്ടിൽ നടന്നപ്പോൾ വഴി തെറ്റി നടന്ന് ഒടുക്കം പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ചേർന്നു. അവിടെ വെച്ച് ചില ദുഷ്ടന്മാർ എന്നെ കാരാഗൃഹത്തിലാക്കി. അവിടെ നിന്ന് പോരാൻ ഇപ്പോൾ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. ഉടനെ ഞാൻ പോരുകയും ചെയ്തു. അപ്പോൾ കത്തനാർ പറഞ്ഞു, ദൈവകൃപ കൊണ്ട് ഇപ്പോഴെങ്കിലും തിരികെ പോരാൻ സാധിച്ചുവല്ലോ, അതുതന്നെ ഭാഗ്യം. എൻ്റെ ഒരു മകൻ മരിച്ചു പോയിട്ട് വീണ്ടും ജനിച്ചു വന്നതുപോലെയുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ കപ്പയർ ഓടി ഉയർത്ത് കിടുകിട വിറച്ചുകൊണ്ട് അവിടെ എത്തി. അയ്യോ, നമ്മുടെ പള്ളിയിൽ പിശാചുക്കൾ നിറഞ്ഞു. ഓരോന്നിൻ്റെയും സ്വരൂപം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. അവരെ കണ്ടാൽ പേടിച്ച് നമ്മൾ ചത്തുപോകും. നേരം സന്ധ്യയായല്ലോ, പള്ളിയിൽ കയറി മണിയടിക്കാൻ നിവൃത്തിയില്ല. അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ച് ജീവനോടെ വിഴുങ്ങും, സംശയമില്ല. ഓരോന്നിൻ്റെ പൊക്കം ഓരോ കൊന്ന തെങ്ങോളമുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇന്ന് പള്ളിയിൽ മണിയടിയും നമസ്കാരവും ഒന്നും വേണ്ടയോ? അത് അച്ഛൻ നിശ്ചയിക്കണം. ഇന്നിവിടെ മനുഷ്യരായിട്ടുള്ളവരൊന്നും വരികയില്ല, അത് തീർച്ച തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെമ്മാശൻ, ഞാൻ അങ്ങോട്ട് വരാം, കപ്പിയാരും വരണം, ഞാൻ ആ പിശാചുക്കളെയൊക്കെ അവിടെ നിന്ന് മാറ്റിത്തരാം. അപ്പോൾ ബാക്കി സ്റ്റോറിയുമായി നാളെ വരാം. ടാറ്റാ.